പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സഞ്ചാരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധാത്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ
കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരത്തിൽ നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? ഉടമ്പടി കവനന്റ് ഈസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ്. ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് 3 ഘടകങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് 3 ഘടകങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? എക്സ്പെർട്ടൈസേഷൻ, പിന്നെ പ്രൊഫഷണലിസം, പിന്നെ സ്മാർട്ട്നെസ്. അതിൻ്റെ അത് എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ? അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് ടെക്നിക്കലായിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം. അപ്പം അതിൻ്റെ അകത്ത് ടെക്നിക്കൽ പോയിന്റ് എന്താണ്? ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ, ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ? അനുതാപം. ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനുതാപമാണ്. ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വിശ്വാസമാണല്ലോ എൻ്റെ ബേസ്മെന്റ്. പക്ഷെ സുവിശേഷത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് വിശ്വസിക്കുക, അനുദപിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് വിഷയം. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാൻ നല്ല സംഭവം. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അത് കാരണം ഞാൻ പണ്ട് തുമ്പോളിലായിരിക്കും. തുമ്പോളി നമ്മൾ പള്ളിയുണ്ടേ, മാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ അവിടെ അസ്റ്റേന്ത്യയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ധ്യാനം നടത്തി, കാരിസ്മേൻ്റെ. അപ്പോൾ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന്, അതുപോലെ തന്നെ നാടുകളിലും നടന്ന്, കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച്, ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച്, നല്ല ആൾക്കാരെ എല്ലാം കടവിൽ കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ, എല്ലാവരും അറിയാവുന്നവരാണ്. പക്ഷെ ക്രിസ്തുവിനെ അറിയാവുന്നതും അനുതാപ ജീവിതവും രണ്ടാണ്. സത്യസന്ധമായിട്ട് അറിയാവുന്നവർ ആദ്യം അവർക്കുണ്ടാകുന്ന അനുതാപമാണ്. അപ്പം അതിനുവേണ്ടി ആണ് ഈ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇടവകയിലോ എല്ലാ വീടുകളിലും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി 92 ചെയ്ത പരിപാടിയാണ്. പിന്നെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അനുതാപ ശുശ്രൂഷ നടത്തി. അല്ല, എന്ത് കഴിഞ്ഞാൽ അവസാനം ഈ ജനുവരി 15-ാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ 3 ദിവസം മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി. എന്താ, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത് എന്നെ എപ്പോഴും ഞാൻ എന്നെ വല്ലാതെ ചിന്തിച്ചുള്ളൊരു വിഷയമാണ്. ധ്യാനം തുടങ്ങിയിട്ടില്ലേ? ധ്യാനം 15-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആൾക്കാർ കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോഴേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാപമാണ്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങൾ വായിക്കുന്നതിന് മുമ്പില്ലേ, ഇപ്പൊ അരമണിക്കൂർ സുവിശേഷം വായിക്കൂലേ നമ്മൾ? സുവിശേഷം വായിക്കണമ്പോൾ തന്നെ എൻ്റെ മക്കള് കുറച്ചു നേരം വെറുതെ എടുത്ത് വായിക്കരുത്. ഇതെന്ത് ചെയ്യണം? ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചു നേരം കുമ്പസാരത്തിന് ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ്
എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചു ഒരു മനസ്താപകരണം ചൊല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ. എന്നാൽ അതാണ് എൻ്റെ കടന, എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നൊരു പഠിച്ച് നോക്കുക. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് വേണ്ട പോലെ ക്രമപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെ ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ സിബി. ഇത് എൻ്റെ ഹസ്ബൻഡ് സിബി സേവ്യർ. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 17 ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാർ സെൻറ്റ് മേരീസ് ഇടവകാംഗങ്ങളാണ്. ഞാൻ ഇപ്പോൾ 12 പുതുക്കി 13ാമത്തെയാണ് ഇനി എനിക്ക് പുതുക്കാനുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് 5 പ്രാവശ്യം ഞാൻ അൾത്താരയിൽ കയറി 6-7 സാക്ഷ്യങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരോടും ചോദിക്കുമ്പോൾ പറയാറുണ്ട് സാക്ഷ്യം പറയാനായിട്ട് തക്കതായ ഒന്നും അത്ര പറയാൻ തക്ക വിധം ഒന്നും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുഞ്ഞ് സാക്ഷ്യം കിട്ടിയാൽ പോലും അത് പറയാൻ വേണ്ടി ശ്രമിക്കുക. പറയിപ്പിച്ചില്ലെങ്കിൽ പോലും എഴുതി കൊടുക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. കാരണം ഈ മണ്ണിൽ ചവിട്ടുന്ന ഒരു വ്യക്തി പോലും, അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദി ആയെങ്കിൽ പോലും ഈ ഗേറ്റിനടക്കത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ മാതാവ് അനുഗ്രഹം തരാതെ വിടുകയല്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് 100% ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അനുഗ്രഹങ്ങളുള്ളത് പറയാതിരിക്കരുത്, അത് പറയണം. പിന്നെ ഓരോ ആരാധനയും ഒരു ആരാധന പോലും നിങ്ങൾ മുടക്കാൻ പാടില്ല. ഓരോ ആരാധനയിലും ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കൂടുതൽ ആഴത്തിൽ ഉടമ്പടിയെ അത്യുന്നതിയിൽ എത്തിക്കുവാനും നിത്യത വരെ കൊണ്ടു നടക്കുവാനും നമ്മുടെ ഉള്ളിൽ വിശുദ്ധി കൊണ്ട് നിറയുവാനും തക്കവണ്ണം ഓരോ പോയിന്റുകളും അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പോയിന്റുകളും നമുക്ക് കൃപയ്ക്ക് മേൽ കൃപയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആരാധന മുടക്കുകയോ സാക്ഷ്യം പറയാതിരിക്കുകയോ ചെയ്യരുത്. സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള ഭവിഷ്യത്ത് കൊണ്ടുണ്ടായ ഒരു സാക്ഷ്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഞാൻ ഓരോ പ്രാവശ്യം 5-6 പുതുക്കുമ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന്. അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സൈൻ ചെയ്ത് തരും. പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം പല പ്രാവശ്യം ആയപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം എനിക്ക് അതിനുള്ളൊരു ലൈസൻസ് കിട്ടി, ഇനിയിപ്പോൾ സാക്ഷ്യമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതി. പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഉടമ്പടി പുതുക്കി പോകാനുള്ള തിരക്കിലാണ്. വന്ന് സമയം മെനക്കെട്ട് നിന്നൊന്നും ചെയ്യാനൊന്നും മെനക്കെടാറില്ലായിരുന്നു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ഒരു സാക്ഷ്യം പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ സിജാൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. സിജാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് കിഡ്നിക്ക് കംപ്ലയിൻറ്റ് വരും. ഒരു കിഡ്നി ചെറുപ്പത്തിൽ എടുത്ത് കളഞ്ഞയാളാണ്, അടുത്ത കിഡ്നി കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ സിജാൻ വിളിക്കുന്നു, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ആ ഒരു സെക്കൻഡ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയ സമയത്ത് തന്നെ സിജാന് സൗഖ്യം കിട്ടി. ഞങ്ങളിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞത് വേണം. പിന്നെ നമ്മൾ തന്ന അനുഗ്രഹമില്ല, ഇനി അത് തിരിച്ചെടുക്കില്ലല്ലോ എന്നൊരു ധൈര്യവും കൂടി ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു അഹങ്കാരം തോന്നിയതുകൊണ്ടാകാം. കഴിഞ്ഞ ഇടയ്ക്ക് കുറേ നാളായിട്ട് സിജാൻ കാലിന് മുട്ടിന് വേദനയാണ്. 2-3 വർഷമായിട്ട് മുട്ടിന് വേദനയുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സിജാൻ്റെ സാക്ഷ്യം സിജാൻ തന്നെ പറയട്ടെ. എൻ്റെ പേര് സിബി സേവ്യർ. ഞാൻ ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് അവിടെ 3 വർഷക്കാലം മുട്ടക്കുത്തത്തില്ലായിരുന്നു. ഇവിടെ വന്നു ശിവ അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പേപ്പർ മേടിച്ചു. അച്ഛൻ എന്നെ ചേർത്ത്. അപ്പോൾ എനിക്കിവിടെ വന്ന് മുട്ട കുത്തി നിൽക്കത്തില്ലായിരുന്നു. ഒരു കുത്തി മുട്ട നിന്നു. ഉടനെ സിസ്റ്റർ പറഞ്ഞു പത്രം വേണമെന്ന് പറഞ്ഞു. ഉടനെ ഇവിടെ കൊണ്ട് പത്രം കൊണ്ട് തന്നു. അവിടെ മുട്ട കുത്തി നിന്നു. ഉടനെ അച്ഛൻ പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി കുരിശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഷർട്ടും ബനിയനും പൊക്കിയിട്ട് പുറത്ത് കുരിശ് വരച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു. അതിനുശേഷം ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പം ഒരു ബസ് ഓടിക്കുന്നുണ്ട്, സ്കൂൾ ബസ്. ഒരു 6 മാസമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി ഷിബ പറയും.
ഇപ്പോൾ 3 വർഷമായിട്ട് മുട്ടിന് വേദന, ഭയങ്കര മുട്ടിന് വേദനയാണ്, ഭയങ്കരമായിട്ട് നീരാത്. അപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങളോട് രോഗമുള്ളതായിട്ടൊന്നും പറയാറില്ല. വീഡിയോ കോൾ വിളിച്ചാലും എല്ലാ ദിവസവും 2-3 പ്രാവശ്യം വിളിക്കും. വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖം മാത്രമേ കാണുന്നുള്ളൂ, ശരീരം കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 84 കിലോ തൂക്കമുള്ള ആൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 98 കിലോ തൂക്കമായി. അപ്പോൾ ഡോക്ടർ പറയും, ചെല്ലുമ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത് മുട്ടിന് വേദന വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറയും. അപ്പോൾ സിജാൻ പരമാവധി ഭക്ഷണം കുറയ്ക്കാൻ തുടങ്ങി. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും വെയിറ്റ് കൂടുന്നല്ലാതെ കുറയുന്നില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിന് വേറെ ഇനിയും പ്രത്യേകിച്ച് മരുന്നൊന്നും, വെയിറ്റ് കുറച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടുത്തുള്ളൂ, വേറെ ഒരു രോഗങ്ങളൊന്നും അല്ല സിവിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 60 വയസ്സായപ്പോൾ അവിടെ നിന്ന് റിട്ടയർഡായി. അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാരോ പോലും അത് 100% ശരിയാണോ എന്ന് സംശയിക്കുന്ന പലരും അതിലുണ്ടായിരുന്നു. സിജാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ കാണാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ സിജാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി പ്രോഗ്രാമുമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അന്നേരം കണ്ട മുഴുവൻ പേരും പറഞ്ഞു സിബിക്ക് എന്തോ പ്രശ്നമുണ്ട്, സിബി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അമ്മ തന്ന അനുഗ്രഹം തിരിച്ചു പോവുകയല്ലോ, അപ്പോൾ കിഡ്നിക്ക് ഒരു പ്രശ്നമൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു കിഡ്നിക്ക് കുഴപ്പമുണ്ടായിരുന്ന ആളല്ലേ, ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിറ്റേ ആഴ്ച ഞങ്ങൾ വേളാങ്കണ്ണിക്ക് സിജാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് സിബി നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാതാവ് തന്ന അനുഗ്രഹത്തെ പരീക്ഷിക്കണോ എന്ന് ഓർത്തു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഒരു കിഡ്നി ചെറുപ്പത്തിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 2ാമത്തെ കിഡ്നി ഫെയിലിയറായി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് പ്രൊഫസറായിരുന്ന ഒരു ഡോക്ടറെ പോയി, പുള്ളി ഇപ്പോൾ കാർദാസിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിയെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം 2:30 ആകുമ്പോഴത്തേനും വരാൻ പറഞ്ഞു. ആ സമയത്ത് 2 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ സമയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ, മാതാവ് തിരിച്ചു തന്നതായതുകൊണ്ട് മാതാവിനോടൊന്നും ക്ഷമ പറഞ്ഞിട്ട് മാത്രമേ ഇനി പോകുന്നുള്ളൂ ഡോക്ടറെ കാണാൻ. ഇവിടെ വന്നു. ഞങ്ങൾ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് എനിക്ക് തുണ്ട് തന്നു. ആ പേപ്പറുമായിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ സിജാൻ ഒട്ടും നടക്കാൻ വയ്യത്, ഇതിനിടയിൽ കൂടെ വരുമ്പോൾ തന്നെ വേച്ച് വീണ് പോവുകയാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഈ പൊക്കത്തിൽ അത്ര ഒരു തൂക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേച്ച് വീണ് പോവുകയാണ്. അങ്ങനെ പിടിച്ചാണ് ഒരു തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വിട്ടത്. അപ്പം ഞാൻ നടുഭാഗത്തായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ സിജാൻ ഒരു മുട്ട് കുത്തി, മറ്റേ മുട്ട് കുത്താൻ പറ്റുന്നില്ല, പുറകോട്ട് നീട്ടി വെച്ചേക്കുക. ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് അങ്ങ് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി അങ്ങോട്ട് ഇടന്ന് കരഞ്ഞ് മാതാവിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു പത്രം കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു പത്രം. ഞാൻ അവിടെ നിന്ന് കയറി, നല്ല ആളായിരുന്നു, കയറി ഇവിടെ വരെ വന്നു. അപ്പം അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛൻ എന്നെ സൂക്ഷിച്ച് എന്നെ നോക്കി. ഞാനും ശരിക്കും എനിക്ക് ഉള്ളിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ താമസിച്ചു പോയല്ലോ, എന്തോ കുറ്റബോധം പോലെ എനിക്ക് തോന്നിയത്. ഒന്ന് പാത്രം മേടിച്ചപ്പോഴേ സിജാനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സിജാനെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്നാണ് എൻ്റെ ഉള്ളിൽ. കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് വട്ടം കയറ്റി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ചൊരു 10-20 സെക്കൻഡ് നേരം അച്ഛൻ ചേർത്ത് പിടിച്ച് മാതാവിനെ നോക്കി അവിടെ അങ്ങ് നിന്നു. ഞാൻ 12 പുതുക്കിയിട്ടുള്ളെങ്കിലും ഞാനൊരു 30 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ പള്ളിയിൽ, ഇടുക്കി ജില്ല കട്ടപ്പനയിലാണ്, അവിടെ നിന്ന് ഞാൻ വന്ന് ആരാധന കൂടിയിട്ടുണ്ട്, പ്രാർത്ഥന കൂടിയിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ കേട്ടു. ഞാൻ അത് സാക്ഷ്യം കേട്ടിട്ടുള്ള ഓൺലൈനിൽ കേട്ടതിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും കൂടെ, ഈശോയും മാതാവും കൂടെയാണ് സിജാനെ കെട്ടിപ്പിടിച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, കുരിശ് കൈ കൊടുത്ത് തല തേച്ച് പ്രാർത്ഥിച്ചു, കാശ് രൂപം കൊടുത്തു, തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ തന്നെ പ്രേക്ഷകരോട് പറയാതെ തന്നെ അച്ഛൻ തന്നെ ഷർട്ട് പൊക്കി, ബനിയൻ നന്നായിട്ട് പൊക്കി, നടുവിന് കുരിശ് വരച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. സിജാൻ ഞാൻ അവിടെ നിൽപ്പുണ്ട്, എന്നാൽ എന്നെ നോക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓടി ഇറക്കി ഇങ്ങനെ അങ്ങ് പോവുക. ഞാൻ അവിടെ നിന്ന് ആളിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ചെന്നപ്പോൾ സിജാൻ അതിന് മുമ്പ് അങ്ങ് പാസ് ചെയ്ത് പോയി, അത്ര സ്പീഡിൽ ഓടിപ്പോവുക. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ആ തൊട്ട സെക്കൻഡിൽ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അച്ഛൻ എന്നെ ഒന്ന് നോക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോയി സ്കാൻ ചെയ്തപ്പം എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ഇല്ല. ആ ഒരു നോട്ടത്തിൽ അച്ഛൻ തൊടണമെന്നോ മാതാവിനെ അടുത്തോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഈ പള്ളിക്കകത്ത് കാല് കുത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കേൾക്കാം കാണാമെന്ന് വെക്കാതെ പരമാവധി മുമ്പോട്ട് വന്ന് അച്ഛൻ നമ്മുടെ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മുമ്പേക്ക് വന്ന്
നിങ്ങൾ അച്ഛനെ കാണുന്ന പോലെ നിന്ന്, മാതാവിനെ കാണുന്ന പോലെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സകല പീഡകൾക്കും വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അനുഗ്രഹമാവുന്ന 100% ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം പറയും, ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ 24/7 ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ തീരുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഓരോ ആഴ്ചയും വന്ന് വേണമെങ്കിൽ പോലും സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ നമ്മളെ അനുവദിക്കുന്ന 10-30 സാക്ഷ്യമായാൽ പോലും നമ്മളെ അനുവദിക്കുന്നത് 10 മിനിറ്റ് സമയം, 2-3 സാക്ഷ്യം പറയാനാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. പക്ഷേ എല്ലാവരും പറയും വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ലെന്ന് പറയും. കിട്ടാത്തതുകൊണ്ടല്ല, അനുഗ്രഹം കിട്ടിയാലും ഞങ്ങളെങ്ങനെ പറയും, മറ്റുള്ളവർ കേൾക്കുകയല്ലേ അറിയലേ, അതെങ്ങനെ പറയുന്നേ അല്ല കയറി നിന്ന് പറയണ്ടേ എന്നോർത്താണ് നിങ്ങൾ പറയാത്തതെങ്കിൽ ഇപ്പോൾ ഇത് തിരിച്ച് പിടിക്കാൻ മാതാവിന് കഴിയും എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സാക്ഷി ഞാൻ ഉപകാരപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ചെവിയിൽ കുറേ കാലമായിട്ട് ചെവിക്കകത്തൊരിങ്ങനെ ബൈക്ക് പോകുന്ന പോലെ കുറൊന്ന് സൗണ്ട് കേൾക്കുമായിരുന്നു. 2 ചെവിയും ഉറക്കത്തിൽ മുകളിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് വരും. അപ്പം ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെവിക്കാൻ വന്ന് അടയുന്നതാണ്, അത് പതുക്കെ പൊക്കോളും. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊരു മുഴക്കമായി. പിന്നെ എനിക്ക് ചെവി കേൾവി കുറവായി, നന്നായിട്ട് കേൾക്കത്തില്ല. പല പ്രാവശ്യം ചെവി കൂർപ്പിച്ചാലേ ഓരോന്നും കേൾക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേന് ഞാനതിൻ്റെ ബഡ്സ് എടുത്ത് അതിൽ മാതാവിൻ്റെ എണ്ണ എടുത്ത് ചെവിയിൽ കൂടെ തൂക്കും. അന്നേരം പിള്ളേർ എന്നോട് പറയും, അമ്മ ബഡ്സ് കൊണ്ട് കുത്തിയാണ് ഇതുപോലെയല്ല വന്നത്, ഇനി ബഡ്സ് കൊണ്ട് കുത്തണ്ട, ആശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ENT പോയി കണ്ടു. അപ്പം ENT ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ചെവിയിൽ ഹോളുണ്ട്, കുത്തി ഹോളായിട്ടുണ്ട്. 2 ചെവിയിലും ബഡ്സ് കൊണ്ട് കുത്തി അത് തിക്കായിപ്പോയി. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇപ്പം സാധിക്കില്ല. നല്ല ശുദ്ധമായ ഒലിവെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് ചെവിയിൽ 2 ചെവിയിൽ എല്ലാ ദിവസവും 1-2 തുള്ളി ഒഴിക്കുക. ഒരു 2-3 മാസം ശ്രമിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ വേറെ ഒരു മരുന്നും വേണ്ട, മാതാവിൻ്റെ എണ്ണ മതി എന്ന് തൈലം മതിയെന്ന് കരുതിയിരുന്ന എനിക്ക് അങ്ങനെ മാതാവായിട്ട് തന്നെ ഡോക്ടറിൽ കൂടി പ്രവർത്തിച്ചു. ഞാനത് ഒഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മറന്നുപോയി, ഈ ചെവിയുടെ പ്രശ്നം ഞാനങ്ങ് മറന്നുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ് ഒരു ഈശോയും മാതാവും ഉണ്ണീശോയും ഞങ്ങളുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആകാശത്ത്, നീല ആകാശത്ത് ജീവനോടെ തലയൊക്കെ അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു. അത് മാറി സിൽവർ ആകുന്നു, പിന്നെ ഗോൾഡ് ആകുന്നു, അങ്ങ് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ചെവിയിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഇപ്പം ഞാൻ ബഡ്സ് ഇട്ടില്ല, പിന്നിൻ്റെ മറുവശം കൊണ്ട് പതുക്കെ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടി ഇപ്പം എന്തോ ഒരു പഞ്ഞി കഷ്ണം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുത്തി ഏതോ ബഡ്സിൻ്റെ പഞ്ഞി ഇരിക്കുന്ന, വീട്ടിൽ പറയാനും പറ്റത്തില്ല. ഞാൻ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടിയെടുത്തപ്പോൾ ഒരു പാറ്റാക്കുഞ്ഞ് ചത്തിരിക്കുന്ന അത്രയും വലിപ്പമുണ്ട്. അതേ കളറിൽ ഒരു ഡാർക്ക് ഗോൾഡൻ കളറിൽ ചകിരി പോലെ എന്തോ ഒരു സാധനം ചെവിയിൽ നിന്ന് ഇങ്ങ് പോന്നു. അത് ആ ചെവിക്കായ അകത്തിരുന്നത് അത് ആ രീതിയിലായതായിരുന്നു. അപ്പോൾ എനിക്കതൊരു സംശയം, ഇതിലും കാണുമല്ലോ, ഇതും അതുപോലെ തന്നെ 2 ചെവിയിൽ നിന്നും അങ്ങനെ ഓരോ സംഭവം. പിന്നെ എനിക്ക് കേൾവിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ തൈലം കൊണ്ട് മാത്രം മാതാവ് തന്നെ ഇടപെട്ട് അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും പുതുക്കിയതാണ്. ഞാൻ ആദ്യമൊക്കെ 6 ആവശ്യത്തിന് 60 ആവശ്യം ഞാൻ കുത്തി തിരികുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ വെക്കാറില്ല. അപ്പം അല്ലാതെ തന്നെ എനിക്ക് അത്രയും ആവശ്യങ്ങൾ എഴുതാൻ, കാരണം ഓരോരുത്തരും പോകുന്നെന്ന് പറയുമ്പോഴേ 100 കൂട്ടം ആവശ്യങ്ങൾ പറയും, എൻ്റെ കൂടെ ചേർത്തേക്കും. അപ്പം ഞാൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പുതുക്കി ഇറങ്ങുമ്പോൾ ഞാൻ ആ ഓഫീസിൻ്റെയൊക്കെ അവിടെ വന്നപ്പോഴത്തേന് ഞാൻ ചുമ്മാ തിരിഞ്ഞു നിന്നിട്ടുണ്ട്, മാതാവേ എനിക്ക് ഒരു നല്ല ജോലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുകയില്ലെന്നും അറിയാം, ഈ പ്രായത്തിൽ ആരും ജോലി തരികയില്ലെന്നും എനിക്കറിയാം. പിന്നെ എൻ്റെ മോൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോയി. മോനില്ലാത്തതുകൊണ്ട് അത് സാധിച്ചു. മോനില്ലാത്തതുകൊണ്ട് ഞാനത് സാക്ഷിയായിട്ട് പറയുന്നില്ല. തിരിച്ച് ചെന്നു 1 മാസം കഴിഞ്ഞപ്പം ഓൺലൈനിലാണ് ഒരു എംബ്രോയ്ഡറിയുടെ വർക്കിന് വേണ്ടിയിട്ട് ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ ഇവരാരും വിടുകയല്ല എന്നെ, എന്നാലും ഞാൻ ഓൺലൈനിൽ തന്നെ ഞാൻ അപേക്ഷ വെച്ചു. അവരെന്നെ വിളിച്ചു. അന്നേരം ഞാൻ ഇതൊന്നും പഠിച്ചതല്ല. ഞാൻ ഒരു കാര്യങ്ങളും എംബ്രോയ്ഡറിയോ തയ്യലോ പെയിൻറ്റിങ്ങോ യാതൊന്നും പഠിച്ചില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത ഒരു മേഖലയില്ല, സകല കാര്യങ്ങളും ഞാൻ ചെയ്യും. അത് ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പോയി. അവിടെ പോയി എംബ്രോയ്ഡറി ചെയ്തു. ഒരാഴ്ച ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇതുവരെ ഇവിടെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല, അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് തന്നെ ഷീബ ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ ക്ഷയിക്കാനൊക്കെ തന്നു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഷീബ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല,
ഞങ്ങൾക്കിവിടെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട്. ഇത്രയും കഴിവുള്ള ഒരാളെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുത്താൻ പറ്റത്തില്ല, അതിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അത് തന്നെയാണ് 2019 വരെയും കൊറോണ കാലം വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥാപനത്തിലും മാനേജർ പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനൊരു പ്രശ്നം തോന്നിയില്ല. ഞാൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തൊട്ട് തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. നല്ലൊരു സാലറിയോടെ, എൻ്റെ ഒരു ചേച്ചിയെപ്പോലെ ഒരു നല്ല അവിടെ അറിയപ്പെടുന്ന ഒരു നല്ല കമ്പനിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. നല്ലൊരു മാഡം, എൻ്റെ ചേച്ചിയെപ്പോലെ ഒരു മാഡവും, എൻ്റെ ചേച്ചിയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ മക്കളെയും പോലെ കുറേ നല്ല സ്റ്റാഫുകളും എന്നെ അത്രമേൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല കൂട്ടായ്മയിലേക്ക്, ഒരു വീട്ടിലേക്കെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ജോലിക്ക് പോകാനും സാധിക്കുന്നുണ്ട്. അതടുത്ത സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബെർത്തോൾ സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടാകുന്നു. അത് ശരിക്കും 2-3 ദിവസവും ഭയങ്കര വേദനയും ആയിട്ട് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ പോകുന്ന ആളല്ല. അന്നേരം അങ്ങനെ വന്നപ്പോൾ ഞാനത് കൊണ്ടുപോയി കാണിക്കാനായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴി ചെന്നപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത വേദനയായി. അവിടെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടെ കൊണ്ടുപോയി അത്യാഹിതത്തിൽ കയറ്റി. അവിടുന്ന് ചീട്ടെടുക്കാൻ, അപ്പം ഈ ഓപ്പറേഷൻ ചെയ്തേ അത് മാറുള്ളൂ. ഓപ്പറേഷൻ ചെയ്യേണ്ടത് സർജനാണ്. അതുകൊണ്ട് സർജന് ചീട്ടെടുക്കാൻ ഞങ്ങൾ വെച്ചു. പക്ഷേ അവർ ചീട്ട് തന്നത് ഗൈനക്കോളജിക്കായിരുന്നു ചീട്ട് തന്നത്. ഗൈനക്കോളജി ഡോക്ടർ വന്നത് കണ്ടിട്ട് അന്നേരം പറഞ്ഞു എല്ലാം ഓപ്പറേഷനുകളെല്ലാം ചെയ്യാൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് എക്സ്റേയും പിന്നെ ECG എടുത്തു, സകല ടെസ്റ്റുകളും നടത്തി, എല്ലാം ചെയ്തു. എല്ലാം മുരിയെല്ലാം മാറ്റിക്കെട്ടി എല്ലാം ചെയ്തു. എന്നെ ഒരുക്കി കിടത്തി. അത് കഴിഞ്ഞേച്ച് വേറെ 2 ഡോക്ടേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേച്ച് കാണിച്ചു. ഇത് സാധാരണ ബെർത്തോൾ സിസ്റ്റ് അല്ല, ഇത് വെറൈറ്റിയാണ്. ഞാൻ 35 വർഷമായി ഞാൻ മെഡിക്കൽ ഫീൽഡിൽ. ഈ ഒരു രോഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ ഏലസിനോട് ചേർന്നാണ് ഈ സിസ്റ്റ് കാണുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അത് ചെയ്ത് എടുക്കണേ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് 3 പേരോട് ചർച്ച ചെയ്ത് അവസാനം പറഞ്ഞു അത് ഫോമിലെത്തിയിട്ടില്ല, അത് ഫോമായിട്ടില്ല, ഇനി 2-3 ദിവസം കൂടെ നോക്കാം, അതിപ്പം ഞാൻ ചൊങ്ങിപ്പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെ പൊട്ടിപ്പോട്ടെ. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഗുളിക തരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു രക്ഷയില്ല. അവിടെ അഡ്മിറ്റാക്കി. അവസാനം ഇങ്ങനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ അനസ്തേഷ്യ തന്നൊന്ന് നോക്കാം, ശ്രമിക്കാവുന്നേ ഉള്ളൂ, തീരുമാനമല്ല എന്ന് പറഞ്ഞു. ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നാലും കൂടെ നിൽക്കാൻ ആളില്ല. മോളെ കെട്ടിച്ച് മോള് മസ്കറിൽ ഫാമിലിയായിട്ട് ഒരു കുഞ്ഞു കൊച്ചുണ്ട്, 2ാമത്തെ പ്രഗ്നൻ്റാണ്. അവൾ വരാമെന്ന് വെച്ചാലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. മരുമോളുണ്ട്, മരുമോൾ എപ്പോഴും എന്തിനും എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അവൾക്ക് 7 മാസമായ ഒരു കൊച്ചുമുണ്ട്, 5 വയസ്സുള്ള സ്കൂളിൽ പോകുന്നൊരു കൊച്ചുമുണ്ട്. അവൾ വന്ന് നിന്നിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ ശ്രീചാനാണ് സ്കൂൾ ബസ് ഓടിക്കുന്നതുകൊണ്ട് ഒരു ഡ്രൈവർമാരെ പോലും ആ ഒരു ദിവസം കിട്ടി, പിറ്റേ ദിവസം തൊട്ട് അവർക്ക് ആർക്കും സമയമില്ല, ഒരു മനുഷ്യനും വരുന്നില്ല. സാധാരണ ആരെയും പിടിച്ച് സ്കൂൾ ബസ്സിൽ ഏൽപ്പിക്കാനും പറ്റില്ല, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ അവർക്കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ വേണം, പറ്റുന്നില്ല. അപ്പോൾ ശ്രീചാൻ വിഷമിക്കുന്നു, ഞാനും വിഷമിക്കുന്നു, മക്കളെല്ലാം സങ്കടപ്പെടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൂടെ നിൽക്കാൻ ആളില്ല. അച്ഛൻ പലപ്പോഴും ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, കൂടെ നിൽക്കാൻ ആളില്ലാതെ വിഷമിക്കുന്നവർ, ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം ഓരോ ആരാധനയിൽ പറയുന്ന കാര്യങ്ങളല്ല, അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് മിന്നി പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എനിക്ക് സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാനും എന്നെ ശുശ്രൂഷിക്കാനും കാശ് മുടക്കാനും എല്ലാത്തിനും നീയും ഈശോയും മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല. അതുമല്ല ഞാൻ വേറെ ഒരു കാര്യത്തിന് ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ പോകാറില്ല, ഒരു കാര്യത്തിനും കൂടപ്പിറപ്പുകളെയോ ആരെയും തന്നെ ഒരാവശ്യത്തിന് ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ വന്ന് നിൽക്കുമായിരിക്കും, ഞാൻ വിളിക്കാറില്ല. ആരുടെ ഏതാവശ്യം കണ്ടാലും ഞാൻ ഓടിയെത്താറുണ്ട്, ഇന്നാരെന്നില്ല. നാട്ടുകാരുടെ ആണെങ്കിൽ പോലും ആവശ്യം തോന്നി ഞാൻ ഓടിച്ചല്ല എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞ പോലെ, എൻ്റെ ഈശോയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയോ മക്കളെയോ ബുദ്ധിമുട്ടിക്കുകയോ കാശ് മുടക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. ഇനി എൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കിനി ജീവിക്കണം അങ്ങനെ ഒരു ഒന്നുമില്ല. നിൻ്റെ ഇഷ്ടം, ഞാൻ ഇങ്ങനെ വേദന തിന്നണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ,
എന്നെ അങ്ങോട്ട് വിളിക്കണമെന്നാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എന്നെ വിളിച്ചോണം. എന്നെ കിടത്തി നിറയിപ്പിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാനിടയാകില്ല. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാതാവിൻ്റെ കയ്യിലേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലാതെ എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി ഒരു ദിവസം ഞാൻ തരാം. മാതാവ് ഞാൻ മുഖാന്തരം ഒരുപാട് പേർക്ക് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 6 ദിവസം വെന്റിലേറ്റർ ഊരാൻ പരുവത്തിന് പോലും കിടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ മെനഞ്ചൈറ്റീസ് ആയിട്ട് കിടന്ന എൻ്റെ ഒരു ചേച്ചി, അതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള. ഞാൻ മാതാവിൻ്റെ പറഞ്ഞു, മാതാവ് ഇതൊക്കെ എനിക്ക് തന്നിട്ട് എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നെ നീ സഹായിക്കണം. അത് പറഞ്ഞ് എന്നിട്ട് ഞാൻ സ്വിച്ചാനെ വിളിച്ച് പറഞ്ഞു. സ്വിച്ചാനെ പറഞ്ഞു, ഇനി 6 മണിക്കൂറോടുണ്ട് നേരം വെളുക്കും. 11 മണിയായുള്ള നേരം വെളുത്താലെങ്കിലും നേരം വെളുത്തല്ലോ ഡോക്ടർ വരുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. നേരം വെളുക്കുമ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വിച്ചാൻ പറഞ്ഞു, അതാന്ന് വെച്ചു കിടന്നു. ഒന്നും യേശോർണോ പറഞ്ഞില്ല, എന്ന് വെച്ച് കിടന്നു. അപ്പം മാതാവായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും, ഒരു തെളിവിന് ആൾ വേണമല്ലോ, അതിനായിരിക്കും. സ്വിച്ചാൻ കിടന്ന് ഉറങ്ങി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാം. ഞാനൊരു വൈറ്റ് കളറുള്ള വയലറ്റ് കളറുള്ള ചുരിദാറിട്ട് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞു. ആ സെക്കൻഡിൽ എൻ്റെ വേദന പോയി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു, ആ സംഭവം പൊട്ടി, ഭയങ്കരമായിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഞാനത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് തിരിച്ചു വന്നു. ഞാൻ മുറിയിൽ കിടന്ന് ഞാൻ തുള്ളി ചാടുക. തലേദിവസം എന്നെ എടുത്ത് വേണമായിരുന്നു കട്ടിലേന്ന് അടുത്ത പിന്നെ കട്ടിലയിലോട്ട് കിടത്തണമെങ്കിൽ എന്നെ എടുത്ത് കിടത്തണം. എനിക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ഞാൻ കിടന്ന് തുള്ളിച്ചാടുക. ഞാൻ സിച്ചാനെ വിളിക്കാനല്ല എനിക്ക് തോന്നിയത്, മാതാവേ നന്ദി, ഈശോയെ സ്തുതി, ഇങ്ങനെ ഓർത്ത് ചാടുക. എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാതാവ് എന്നെ വന്ന് തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ഇന്ന പോലാന്ന്. ഞാൻ പറഞ്ഞില്ലേ സിച്ചാനോട്, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് സിച്ചാൻ പറഞ്ഞു, ഞാൻ പോയി സിസ്റ്ററോട് പറയാം. അത് കഴിഞ്ഞാൽ സിസ്റ്ററോട് പോലും പറയുന്നത്. പറഞ്ഞപ്പോൾ സിസ്റ്ററോട് നോക്കി ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു, അതെന്നെ ഓപ്പറേഷൻ നാളെ നടത്താനിരുന്ന ഒരു രോഗം പെട്ടെന്ന് ഡോക്ടർക്ക് ഇങ്ങനെ സന്തോഷമാകുന്ന പൊട്ടിയെ. അത് പറഞ്ഞു, അത് ഇച്ചിരി റിസ്ക്കുള്ള കേസായിരുന്നു, അവർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെയും പൊട്ടിപ്പോയാൽ മതി, അല്ലെ ചൊങ്ങി പോണേന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്കറിയാമായിട്ടും അതങ്ങനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈ വേദനയൊന്നും അവർ കണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ വേറൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യാനായിട്ട് നോക്കിയില്ല. തിരിച്ച് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനൊരു സംഭവം ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ കല്ലിച്ച് കിടന്നു, അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല, ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസമെങ്കിലും ഇത് ഓപ്പറേഷൻ ചെയ്താൽ കിടക്കേണ്ട വരുമായിരുന്നു. 18 ദിവസമെങ്കിലും അന്ന് ട്യൂബിട്ട് അതിനകത്ത് അതിൻ്റെ പസും ബ്ലഡും എടുക്കാനായിട്ട് ട്യൂബിട്ടുണ്ട് വന്നേനെ. 2 മാസമെങ്കിലും കിടക്കേണ്ട വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു രോഗത്തെ 1 സെക്കൻഡ് കൊണ്ട് കറക്റ്റ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സമയം, മാതാവാണ് എന്നെ തൊട്ടതെന്ന് അറിയിക്കാൻ ആ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ തൊട്ടു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും ഒരു സ്വിച്ചാണെങ്കിലും പൊട്ടുമ്പോൾ നമുക്കറിയാം, പൊട്ടിയാൽ എത്ര ദിവസം കഴിഞ്ഞാണ്. ആ സെക്കൻഡ് മുതൽ ഇതുവരെ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ എല്ലാ ടെസ്റ്റുകൾക്കും ഒഴിച്ചു. അപ്പോൾ CRP 6 നിൽക്കേണ്ടടുത്ത് 76 ഏത് സമയം അറ്റാക്ക് ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് CRP കൂടിയാലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൾച്ചർ ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു വൈറസും അതിനകത്ത് ബാക്ടീരിയ വൈറസ് ഒന്നുമില്ല, ക്ലീനാണ്, അത് കുഴപ്പമില്ല. ടോട്ടൽ കൗണ്ട് 1,30,000 ആയിരുന്നു. 30 അല്ല 40 കൂടുതലാകാൻ പാടില്ല. പക്ഷേ ഈ എല്ലാ ടെസ്റ്റുകളും 2 ദിവസം കൊണ്ട് നോർമലാക്കി, ഒരു കുഴപ്പമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി മാതാവ് തന്നു ആ സാക്ഷ്യം പറയാൻ എന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഞായറാഴ്ച ഞാൻ വന്ന് സാക്ഷ്യം പറയും, ഈ ഒരു രാത്രി നിനക്ക് ഞാൻ തരുക, ഞായറാഴ്ച എന്ത് വന്നാലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും, എന്നെ ബെഡേലാണെങ്കിൽ പോലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഓട്ടോറിക്ഷയിലാണ്, സാധാരണ ഞങ്ങൾ കാറിന് വരാറുള്ളത് അല്ല ബസ്സിനാണ് വരാറ്. ഇന്ന് ഓട്ടോറിക്ഷയിലാണ് അവിടെ നിന്ന് ഇവിടം വരെ, കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് തന്ന അനുഗ്രഹം തന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ കുഞ്ഞ് സാക്ഷ്യം 10,000-ങ്ങളെ തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാനും അമ്മയുടെ സാക്ഷിയാക്കി തീർക്കുവാനും രോഗസൗഖ്യത്തിനായിട്ടും എല്ലാ കാര്യങ്ങളുടെയും എല്ലാ തീരുമാനമാക്കാൻ തക്കവണ്ണം ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. ഈശോയ്ക്കും
അമ്മ മാതാവിനും കൂടാനുകൂടി നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജെറമിയ 17:14 കർത്താവെ എന്നെ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഷീബ സിബി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും അവരുടെ ജീവിതത്തിൽ വന്ന രോഗക്ലേശങ്ങളിൽ പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൽ ലഭിച്ച രോഗസൗഖ്യങ്ങളെ നന്ദിയോടുകൂടി അമ്മയുടെ അരികിൽ സമർപ്പിക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ്റെ കിഡ്നി സംബന്ധമായ രോഗത്തിൽ ഉള്ള ഒരു കിഡ്നി അത് ഡാമേജായി വീണ്ടും ജീവിതം ക്ലേശകരമാകുന്നു എന്ന് അറിയുന്ന നാളുകളിലാണ് ജോസഫ് അച്ഛൻ വന്ന് കണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ കൃപാപൂർണമായ പ്രാർത്ഥന പൂർണ്ണമായും സഹോദരനെ സൗഖ്യപ്പെടുത്തുകയും യാതൊരു മരുന്നും ചികിത്സയുമില്ലാതെ കിഡ്നി പൂർണ്ണ പ്രവർത്തനക്ഷമമായി സഹോദരൻ ലഭിച്ചതിനെയാണ് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്കുണ്ടായ രോഗാവസ്ഥയിലും അത് അല്പം റിസ്ക്കുള്ള ഓപ്പറേഷനാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിയുമ്പോഴും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കണ്ണീരോടെ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ രോഗത്തെ സൗഖ്യപ്പെടുത്തി യാതൊരു മറ്റൊരു ഓപ്പറേഷനോ ചികിത്സയോ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യം നൽകിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. ജോലിക്ക് വേണ്ടിയുള്ള ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പോകുമ്പോൾ മകൾക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് ജോലി അനുവദിച്ച് നൽകുകയും അതിലും ചുരുങ്ങിയ ദിവസം കൊണ്ട് അവിടെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന പദവി കൊടുത്തുകൊണ്ട് ആ ജോലിയിൽ ഉയർച്ച നൽകിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ വയ്ക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുക്കുന്നുവെന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി പങ്കുവച്ചത്. ഉടമ്പടി 12 തവണ പുതുക്കി എന്നതിൻ്റെ അർത്ഥം ഉടമ്പടി ജീവിതം സ്ഥിരതയോടെ വിശ്വസ്തയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് തന്നെയാണ്. 30-ലേറെ തവണ കട്ടപ്പനയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനം കൂടുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എത്തുന്നു എന്നതിൻ്റെ അർത്ഥം അമ്മയോടുള്ള ബന്ധം ഒരല്പം പോലും അകലാതെ നിരന്തരം ജീവിതത്തിൽ സൂക്ഷിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിതത്തെ നിരന്തരം ശാക്തീകരിച്ച് ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് നയിക്കുന്നു എന്നുമാണ്. ഉടമ്പടിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടവരും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അകറ്റുന്നതിന്, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിന്, ജീവിതത്തിന് മേൽഗതി വരുന്ന വിഷയങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതിന് അമ്മ എത്ര കണ്ട് സഹായിക്കുന്നുവെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഉടമ്പടിയിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. അനേകർക്കത് പ്രത്യാശയ്ക്കും ജീവിത നവീകരണത്തിനും അമ്മയിൽ ആശ്രയിക്കുവാനുള്ള ആത്മബലത്തിനും കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. ദൈവനാമത്തെ നാം പ്രഘോഷിക്കുമ്പോൾ, ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് നിത്യതയിലേക്കുള്ള നമ്മുടെ പേര് ചേർക്കലാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ സഹോദരങ്ങൾക്കിടയിൽ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ, വിശ്വാസം ഏറ്റുപറയുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ ചെയ്തുവെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നിത്യതയിലേക്കാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ഉടമ്പടി ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷിയാകുവാനാണ് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ രോഗക്ലേശങ്ങളാവട്ടെ, ജീവിത പ്രതിസന്ധികളാവട്ടെ, പരീക്ഷകളാവട്ടെ, വിദേശത്ത് പോകുവാനുള്ള നിയോഗമാവട്ടെ, ഏത് വിഷയത്തിന്മേലും ഒരു നിയോഗം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് അനുഗ്രഹമായി അമ്മ മാതാവും തിരുക്കുമാരനും നൽകുമ്പോൾ മറ്റൊന്നും വിചാരിക്കാതെ, കഴിവ് കൊണ്ട് കിട്ടി, പണം കൊണ്ട് കിട്ടി, പഠിച്ചിട്ട് കിട്ടി, മറ്റ് വിഷയങ്ങളൊന്നും വിചാരിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഞങ്ങളുടെ കഷ്ടകാലത്ത്, രോഗപീഠകളിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനില്ലാതെ, കൂടെ സഹായത്തിനാരുമില്ലാതെ ഞങ്ങൾ വിഷമിച്ചപ്പോൾ അമ്മയെ കൂട്ടുപിടിച്ചു, അമ്മയോട് പറഞ്ഞു. അമ്മ ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും രോഗത്തെ സൗഖ്യപ്പെടുത്തുകയും ജീവിതത്തിന് മേൽഗതി നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുവെന്ന ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഔസേപിതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജുവൽസ് അബ്രാഹാം, ഇതെൻ്റെ വൈഫ് റിഞ്ചു, ഇത് ഞങ്ങളുടെ മകൾ അഡോണിയ.
ഞാനിവിടെ ആദ്യം വരുന്നത് എൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ്. 2018-19 കാലങ്ങളിലാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അമ്മ വിളിക്കും, അങ്ങനെ വരും, പ്രാർത്ഥിക്കും, പോകും. അങ്ങനെ 2022 ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ UK പോയി. UK ചെന്ന് ആദ്യമൊക്കെ ഡെലിവറി ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പൂർണ്ണമായി ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നിരുന്നില്ല. ചില കാര്യങ്ങൾ ചെയ്യാറില്ലായിരുന്നു. ബൈബിള് എല്ലാ സമയവും വായിക്കാറില്ല. പക്ഷേ ഒരു ഉഴപ്പുന്ന രീതിയിലായിരുന്നു ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. എനിക്കെതിരെ വന്ന ഒരാൾ വന്ന് എൻ്റെ കാലിലിടിച്ചു. 3 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ആ 3 മാസം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ടോക്ക് യൂട്യൂബിൽ കാണും, പിന്നെ വൈകിട്ടും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. ആ 3 മാസമാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൺസീവായി, പക്ഷേ അതോടൻ തന്നെ അബോർഷനായി പോയി. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെയുണ്ട്. അച്ഛൻ ഇവൾക്കൊരു കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, നീ കിടക്കുമ്പോൾ നിൻ്റെ ബെഡിൻ്റെ അടിയിൽ വെക്കുക. അങ്ങനെ ഇവൾ കഴിഞ്ഞ 2024 ഏപ്രിലിൽ നാട്ടിൽ വന്നു. അങ്ങനെയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതെല്ലാം. അങ്ങനെ തിരിച്ചു വന്നു. ഓഗസ്റ്റിൽ ഇവൾ വീണ്ടും കൺസീവായി. അങ്ങനെ ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടൊക്കെ എല്ലാം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ 4-ാം മാസം തൊട്ട് ഫുൾ വൊമിറ്റിങ്ങും ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 2-3 വീക്സ് അവിടെ അഡ്മിറ്റഡ് ആണ്. IV മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഫുഡ് കഴിക്കത്തില്ല. ഉമ്മിനീര് ഇറക്കിയാൽ പോലും തിരിച്ച് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ഞങ്ങൾ പോകുമ്പം മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. കാശുരൂപം എപ്പോഴും ഇവളുടെ ശരീരത്തോട് ചേർന്നുണ്ടാവും. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ എല്ലാം ഡോക്ടർ പറയുന്നത് കൊച്ചിന് ഗ്രോത്ത് ഇല്ല, കൊച്ചിന് ഹെഡിന് സർക്കംഫറൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഡോക്ടർമാർ തന്നെ പറഞ്ഞു കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളയാം. പക്ഷേ അച്ഛൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ ഒന്നും പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നിനക്കൊരു കുഞ്ഞിനെ തരും. അങ്ങനെ മെയ് മാസത്തിൽ തന്നെ 24 മെയ് മാസത്തിൽ തന്നെ മാതാവിൻ്റെ മാസത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പഠിച്ച ബേസിൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഞാൻ വേറൊരു കോഴ്സും കൂടെ പഠിക്കണമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓൺലൈനിലിരുന്ന് ഓരോന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുമ്മാ ഒരു IT ഫീൽഡിലേക്ക് ഞാൻ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. എനിക്ക് IT ആയിട്ട് യാതൊരു ബേസും ഇല്ല. ഞാൻ പഠിച്ചത് മൊത്തം മെക്കാനിക്കലാണ്. അവർ തന്നെ എനിക്ക് സെലക്ട് ചെയ്തു, എനിക്ക് ട്രെയിനിങ് തന്നു. അങ്ങനെ ആ കമ്പനിയിൽ ഞാനിപ്പം പെർമനൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അതൊരു സാക്ഷ്യമാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നമുക്കങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പൈസ ആയിട്ട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും. പിന്നെ ഞാനിവിടുന്ന് കുറേ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയായിരുന്നു. അവിടെ പള്ളിയിൽ പോകുമ്പോൾ ലാറ്റിൻ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും ഇത് കൃപാസനത്തിൽ നിന്നുള്ള പത്രമാണ്. ഇവിടുത്തെ മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. 6 തിരുവചനങ്ങൾ. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനാകും. ജുവൽസ് എബ്രഹാം എന്ന ഈ മകൻ തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ പങ്കുവയ്ക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ആദ്യം കുഞ്ഞുങ്ങളില്ലാത്ത ക്ലേശാവസ്ഥയിലാണ് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമ്മൾ ജീവിതശുദ്ധിയോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായി അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണ ശരണത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് ഈ അൾത്താരയിൽ മുട്ടുകുത്തുന്നതെങ്കിൽ, അത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിനോട് അച്ഛൻ നമ്മുടെ നിയോഗം സമർപ്പിച്ച് സംസാരിക്കുന്ന നിമിഷങ്ങളിൽ, ഈശോയുടെ കാൽക്കീഴിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളിൽ അച്ഛന് കൃത്യമായിട്ട് കൈമാറുവാനുള്ള സന്ദേശം അമ്മ മാതാവും ഈശോയും നൽകിയിരിക്കും.
അത് ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അച്ഛൻ സൂചിപ്പിച്ചിരിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ മൗനം പോലും, ചിലപ്പോൾ അച്ഛൻ്റെ കവിളിലൊന്ന് തൊടുന്നത് പോലും പിന്നീട് സാക്ഷ്യങ്ങളിൽ മക്കൾ പറയാറുണ്ട്. അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ട തിളക്കം പോലും ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി, ആത്മധൈര്യം നൽകി ഇവിടുന്ന് ഞങ്ങളെ പുറത്തേക്ക് വിട്ടുവന്ന. ഈ മകളുടെ ഗർഭകാലത്തിൽ വന്ന ഒരു അനിശ്ചിതാവസ്ഥയിൽ മകൾക്ക് ലഭിച്ച ഏറ്റവും ധൈര്യപ്പെടുത്തിയ വാചകം അച്ഛൻ നിനക്കൊരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞതാണ്. മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരും എന്നൊറ്റ വാചകം മകളെ പറഞ്ഞു വിടുമ്പോൾ ആശുപത്രിയിൽ പരിശോധിക്കുന്ന ഡോക്ടർമാർ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, തലയ്ക്ക് വളർച്ചക്കുറവുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഡൗൺ സിൻഡ്രം കാണാം, അതുകൊണ്ട് അത് അബോർട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പലതവണ അബോർഷനെ കുറിച്ച് പറയുമ്പോഴും ആ മകൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ നിയോഗത്തെ, അമ്മ കൈമാറിയ സന്ദേശത്തെയാണ് ഉറപ്പായി വിശ്വസിക്കുന്നത്. ഡോക്ടറിൻ്റെ വാക്കുകളേക്കാൾ, മരുന്നിൻ്റെ ബലത്തേക്കാൾ എൻ്റെ അമ്മ മാതാവ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിൽ എന്ത് ക്ലേശത്തിലും ഈ പ്രഗ്നൻസി ഞാൻ പൂർത്തിയാക്കും, ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല എന്ന് തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, നാം ക്ലേശകാലത്ത്, പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ, നിലപാടെടുക്കുവാൻ തയ്യാറാണെങ്കിൽ അതുമാത്രം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പോൾ സംശയമില്ലാതെ വെക്കണം. ഉടമ്പടിയിൽ നമുക്ക് സന്ദേശമോ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവമോ കൈമാറിയാൽ അതിൽ പൂർണ്ണമായി വിശ്വസിക്കണം. നമുക്ക് ഉടമ്പടി പ്രകാരം കിട്ടുന്ന സന്ദേശങ്ങൾക്ക് ഉടമ്പടിയിൽ സ്വപ്നത്തിലൂടെ ആവട്ടെ, മടവിലൂടെ ആവട്ടെ, മറ്റേതെങ്കിലും ഇടങ്ങളിലാവട്ടെ, മെഴുകുതിരിയിലാവട്ടെ, ഒരു അടയാളം കിട്ടിയാൽ അത് നമ്മുടെ നിയോഗവുമായി ബന്ധമുണ്ടാവും, അത് ഫലസിദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾക്ക് ഓരോ നിമിഷവും അത് നഷ്ടങ്ങളുണ്ടാവാം, കഷ്ടതകളുണ്ടാവാം, രോഗതീവ്രതയുണ്ടാവാം, അഹിതമായത് പ്രതീക്ഷിക്കാത്തത് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോഴൊക്കെയും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി നമ്മൾ ചിട്ടവട്ടത്തിൽ കൊണ്ടുപോയാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. മകൻ പറഞ്ഞു, ഉടമ്പടി എടുത്ത് ഞാൻ ഉഴപ്പിയ മകനാണ്, ജോലിക്ക് പോയി, അവിടെ വെച്ചൊരു അപകടമുണ്ടായി, 3 മാസം ഞാൻ കട്ടിലിലായി. അന്ന് ഉടമ്പടി എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന. ഉടമ്പടി ജീവിക്കുവാൻ, ധ്യാനം കൂടുവാൻ, സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, സമയത്ത് പ്രാർത്ഥിക്കുവാൻ, ചെയ്യാനാവുന്ന നന്മകൾ ചെയ്യുവാൻ ഞാൻ എന്നെ ഉടമ്പടിയിലേക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ കഷ്ടകാലമായിരുന്നു. ഞാൻ കട്ടിലിൽ കിടന്നപ്പോഴാണ് ഉടമ്പടി ജീവിക്കുവാൻ പഠിച്ചത്. ഓടി നടക്കുകയും ആരോഗ്യത്തിൽ ജീവിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സ്വാതന്ത്ര്യവും കൈകൾക്കും കാലുകൾക്കും കരുത്തും ഉണ്ടായപ്പോൾ ഉടമ്പടി എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഓർക്കണമേ, ചില കഷ്ടകാലങ്ങൾ പോലും ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കണം, ദൈവം വിശ്വാസം ഉരച്ചു നോക്കുന്നു, ദൈവം ജീവിതത്തെ പരിശോധിക്കുന്നു. അവന്റെ മുമ്പിൽ പരാജയപ്പെടാതിരിക്കുവാൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ആസ്തി ഭദ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് പറയുവാനാവണം ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന. ഈ മകനും മകൾക്കും ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഒരു വലിയ സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കിയ വലിയ കൃപകളെ ഓർമ്മിക്കുകയാണ്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിൽ പട്ടിയക്കാല ഫാത്തിമാത ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ നിഷ. ഞങ്ങൾക്ക് 2 മക്കളാണ്, ജോവിൻ, ജോഹൻ. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് 2022 നവംബർ മാസം 24-ാം തീയതി ഞങ്ങളുടെ പട്ടിയക്കാല ഇടവകയിൽ നിന്ന് കൃപാസനത്തിലേക്ക് ഇങ്ങനെ കുറച്ച് പേര് ടീമായിട്ട് വരുന്നുണ്ടെന്നിങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളികളിലോട്ട് പോകും, വേളാങ്കണ്ണി, ഇടത്തുവ, അങ്ങനെ പള്ളികളിൽ തീർത്ഥാടനത്തിന് ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് പോകുന്ന എല്ലാ തീർത്ഥാടനത്തിനും പങ്കുചേരാറുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, വളരെ ഒരു അനുഗ്രഹമുള്ള പള്ളിയാണ്, കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നടക്കും. അങ്ങനെ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഞാനും ഇത് കേട്ടിട്ടുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ല,
നമുക്കൊന്ന് പോകാമോ എന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ചൊരാവശ്യം ഇപ്പം നിലവിൽ ഇല്ല. ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു ചെറിയ വീടുണ്ട്, വിവാഹത്തിന് മുമ്പ് തന്നെ ചെറിയ വീടുണ്ട്, കുടുംബമായിട്ട് നല്ല ഐക്യത്തിൽ പോകുന്നു, വേറെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു മകനുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് യാതൊരു ആവശ്യങ്ങളുമില്ല. അപ്പോൾ ഞാൻ കേട്ട് നമുക്ക് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ എല്ലാ പള്ളികളിലും പോകുമ്പോൾ തന്നെ ഇടത്തേൽ പോകുന്ന പോലെ നമുക്ക് വെറുതെ പോയി വരാം എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 24 2022 ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ആവശ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ടാണ് താമസിക്കുന്നത് വീട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മെയിൻ റോഡിലോട്ട് ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങണം, ഒരു വീട് വയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഈ സൈഡിൽ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ആയിരിക്കുക. ഞാൻ അവിടെ വന്നിരുന്നു, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, പിന്നെ പുറത്തോട്ടിറങ്ങി, പിന്നെ അതുവഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടങ്ങ് നടന്നു. അപ്പോൾ വൈഫ് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ആ ഞായറാഴ്ച പള്ളിയിൽ പോയി. വ്യാഴാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ വരുന്നത്. വെള്ളി ശനി ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ ഒരു 5 സെൻറ്റ് വസ്തു വിൽക്കാനായിട്ട് അങ്ങനെ അവർ ഒട്ടിക്കുകയാണ്. വസ്തു വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞാൽ 6 സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് സംസാരിച്ചു പുള്ളിയുടെ. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വൈകുന്നേരം പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് ആ നിമിഷം ഞാൻ പറഞ്ഞ വിലയ്ക്ക് പുള്ളി എനിക്ക് ആ വസ്തു തരികയാണ്. ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ഏകദേശം 25 ദിവസം കൊണ്ട് സ്വന്തമായിട്ട് മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു 5 സെൻറ്റ് വസ്തു മാതാവ് എനിക്ക് തന്നു. അതോടുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി. മാതാവ് ഞാനിവിടെ വന്ന് ഉടമ്പടിയോ ഒന്നും എടുത്തിട്ടില്ല, വെറുതെ വന്നു, ഒന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ 5 സെൻറ്റ് വസ്തു വാങ്ങണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ല മനസ്സിൽ. അപ്പോൾ മാതാവ് അതെനിക്ക് അടുത്തിവിടെ വരുന്നതിന് മുമ്പ് എന്നെ സാധിച്ചു തന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ യാത്ര ഈ 2026 ജനുവരി മാസം ഈ 17-ാം തീയതി വരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫിന് ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥകൾ കാണും, എന്നാലും ഞാൻ ഇതുവരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ മാസമായി, 3-ാമത്തെ മാസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വൈഫിൻ്റെ കൂടെ കേട്ടു നീ ഉടമ്പടി എടുക്കുന്നെന്ന് കേട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല. ഞങ്ങൾ എന്നും വീട്ടിൽ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന മുടങ്ങാറില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ അന്ന് മുതൽ എല്ലാ ദിവസവും വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് യേശുനാഥനോടും കൃപാസനമ്മ ഇല്ല അപ്പോൾ മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം കൃപാസനമ്മയുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, മുടങ്ങാതെ പ്രാർത്ഥിക്കും. ബൈബിൾ വായനയൊന്നുമില്ല, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ബൈബിൾ വായനയെ ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ട് ബൈബിൾ വായനയുടെ ഒരു പ്രാധാന്യം മനസ്സിലായി. അങ്ങനെ ബൈബിൾ വായനയോടെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും ബൈബിൾ വായനയായി. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഗ്രൂപ്പായി. ഇതൊരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് രൂപീകരിച്ച് അതിലൊരു 134 മെമ്പേഴ്സ് അടക്കം ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളങ്ങ് തുടങ്ങി. അനാഥാലയങ്ങളിലേക്ക് പോവുക, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ സുഖമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് തുടങ്ങി. ആ സമയത്ത് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 2023 ആ 2-3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിലോട്ടങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PSC ക്ലാസ്സിനൊക്കെ പോയി ഭാര്യയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ജോലി എന്ന് പറയുന്നൊരു വലിയ കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി പല സാഹചര്യം. അപ്പോൾ ആ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ടെസ്റ്റുകളൊന്നും ലിസ്റ്റിൽ വരുന്നില്ല, ആദ്യം എഴുതുന്നൊന്നും ലിസ്റ്റിൽ വരുന്നില്ല. ഏകദേശം മോന് 6 മാസം ആയതുകൊണ്ട് പഠിക്കാൻ പോവുക. പിന്നെ കൊറോണ സമയത്തൊക്കെ ലിസ്റ്റുകളിലൊന്നും വരുന്നില്ല. കൃപാസനത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ നിഷേനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ ഞാൻ കേട്ട് എന്താണ് പറ്റി, എന്താണ് ആവശ്യം? അതെനിക്ക് തോന്നി ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആദ്യത്തെ പുതുക്കലായി. അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ പുതുക്കലിന് നമുക്ക് ഇനി ഒരു കുഞ്ഞുകൂടെ വേണം, ആ ഒരു ആവശ്യം കൂടെ നമുക്ക് വയ്ക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നടക്കട്ടെ. അങ്ങനെ രണ്ടാമത്തെ പുതുക്കലിന് ആ ആവശ്യം വെച്ചു. അപ്പോൾ ജോലിയൊന്നും ആയില്ല, രണ്ടാമതൊരു കുഞ്ഞുമായില്ല. 2024 കടന്നുപോയി, 23, 24 കടന്നുപോയി.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷം എന്ന് പറയുന്നത് 2025 2025 2024 ഡിസംബർ മാസം ഞങ്ങൾ കൃപാസനത്ത് വന്നിട്ട് പോയ സമയത്ത് ജോമാല റാലി സമയത്ത് വന്നിട്ട് പോയ സമയത്ത് നിഷ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണ്. വളരെ ഒരു അനുഗ്രഹം. ഏകദേശം 8 വർഷത്തിന് ശേഷം 8.5 വർഷമായി രണ്ടാമതൊരു കുഞ്ഞ് എന്നുള്ളൊരാഗ്രഹം തുടങ്ങിയിട്ടൊരു 3 വർഷമായി. രണ്ടാമതൊരു കുഞ്ഞ് ഇല്ലാതായിട്ട് ഏകദേശം 8.5 വർഷമായി. അപ്പോൾ അതിനൊരു പ്രാർത്ഥനയും അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരുന്നത്. ജോലിയും പ്രധാനമായിട്ട് ജോലിയും കുഞ്ഞുമാണ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥനയിലായി ഗർഭിണിയായി 2 മാസമായ സമയത്ത്, മോൻ 2 മാസം വയറ്റിലായ സമയത്ത് തൊട്ട് നിഷ എഴുതിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി. റിസൾട്ടുകളെന്ന് പറയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ 1, 2 ഇങ്ങനെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെയാണ് ലിസ്റ്റുകളിൽ വരുന്നത്. വളരെ ഒരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കൃപാസനത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതാൻ പോകുന്ന എല്ലാ ടെസ്റ്റിലും പോകുന്ന സമയത്ത് അമ്മയുടെ ഉപ്പ്, പിന്നെ തൈലം, പിന്നെ കാശ് രൂപം, എപ്പോഴും കാശ് രൂപം കയ്യിൽ വെച്ചിരിക്കും. നമ്മുടെ മാലയുടെ കൂടെ കോർത്ത് ഉടമ്പടി കാശ് രൂപം എപ്പോഴും കഴുത്തിലിട്ടേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിന് പോകുമ്പോൾ ഞാനും വൈഫുമായിട്ട് ഹാൾ ടിക്കറ്റ് എടുത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്നെ പ്രാർത്ഥിക്കും. വീട്ടിൽ വെച്ച് എന്നെ പ്രാർത്ഥിക്കും. അമ്മയുടെ ഒരു ചെറിയ ഇതുണ്ട്, അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെയാണ് ടെസ്റ്റിന് പോകുന്നത്. അങ്ങനെ മോൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് 2ാം മാസം ആയത് തൊട്ട് ലിസ്റ്റിലും വരാൻ തുടങ്ങി. അങ്ങനെ ആകപ്പാടെ ഒരു ടെൻഷനായി. എങ്ങനെ ജോലിക്ക് പോവും, കുഞ്ഞിനെ നോക്കും, ഇങ്ങനൊരു വലിയൊരു പ്രതിസന്ധിയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി നമുക്ക് നോക്കാം, ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 8.5 മാസത്തോളം മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡെലിവറിക്ക് ഒരു മാസം മുമ്പേ വരെ ഒരു ബുദ്ധിമുട്ടില്ല അനുഗ്രഹത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവസാനത്തെ 9ാം മാസത്തെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൂയിഡ് ഡൗൺ ആയി. അതായത് 12 എന്ന സ്ഥാനത്ത് 6 ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നമുക്ക് പേടിക്കേണ്ട സാഹചര്യമുണ്ട്. പുള്ളിക്കാരിക്ക് ഒന്നത് പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാകുമ്പോൾ സി സെക്ഷൻ ചെയ്യാനേ പറ്റൂ. ആദ്യത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് 2ാമത്തെ ഡെലിവറിയും സി സെക്ഷനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നമുക്ക് സി സെക്ഷൻ ചെയ്യണമെങ്കിലും ബ്ലീഡിങ് നിൽക്കാൻ ചാൻസ് ഇല്ല, അപ്പോൾ വളരെ പാടാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ആകെപ്പാടെ ടെൻഷനായി. ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. മാതാവ് നമ്മളെ കൈവിടാതെ, ഇത്രയും ദിവസം നമ്മളെ കൈവിട്ടില്ലല്ലോ, നമ്മളെ കൈവിടാതെ മാതാവ് അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസം നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം മുടങ്ങാതെ ഈ ഒരു കാര്യം വെച്ച് എന്നും പ്രാർത്ഥനയോടെയാണ്. കൃപാസനമ്മയോട് എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവസാനം ഡെലിവറിക്ക് ഒരു ഞായറാഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് തിങ്കളാഴ്ച ഡെലിവറിക്ക് ലേബർ റൂമിലേക്ക് കയറിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് പറ്റുന്നില്ല. ഏകദേശം നട്ടെല്ലിൽ 4 സൂചി അനസ്തേഷ്യയുടെ സൂചി ഇഞ്ചെക്ട് ചെയ്തിട്ട് അനസ്തേഷ്യ കറക്റ്റ് ആവുന്നില്ല. അവസാനം 5ാമത്തെ സൂചിയാണ് അനസ്തേഷ്യ. ഞാൻ പുറത്തിരുന്ന് അമ്മയുടെ പ്രസിദ്ധീകരണ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ജപമാല കൊണ്ട് അമ്മയെ പരിശുദ്ധ അമ്മയെ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ജപമാല എൻ്റെ കയ്യിലുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് ഡോക്ടർ എന്നോട് പുറത്തു എന്ന് പറഞ്ഞു വീണ്ടും ഒരു മകനാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മകനോ മകളോ അതല്ല, വൈഫ് സേഫാണോ? എന്നോട് പറഞ്ഞ് പേടിക്കണ്ട, എല്ലാ രീതിയിലും എന്തോ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല, അനുഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ഒരു സന്തോഷമാണ്. മാതാവ് എനിക്ക് എപ്പോഴറിയാം മാതാവ് കൈ വിടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നെയ്യാറ്റിൻകര ആശുപത്രിയിലായിരുന്നു സിസേറിയൻ ചെയ്തത്. അവിടെ നിന്ന് SIT ഹോസ്പിറ്റലിലോട്ടൊക്കെ വരേണ്ടി വരുമായിരുന്നു. കുഞ്ഞിന് പ്രശ്നമാവുമായിരുന്നു, അമ്മയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷേ വളരെ ഒരു അനുഗ്രഹമാണ്. ബ്ലഡ് തലേദിവസം 2 ബ്ലഡ് എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതുപോലും ഉപയോഗിക്കാത്ത രീതിയിൽ മാതാവ് ശക്തമായി അനുഗ്രഹിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ആപത്തുമില്ലാതെ അനുഗ്രഹത്തോടെ തന്നു. കുഞ്ഞും ശാരീരിക സൗഖ്യത്തോടെ അത്യാവശ്യം വേണ്ട വെയിറ്റും കാര്യങ്ങളോടുകൂടി അമ്മ തന്നു. വളരെ അനുഗ്രഹമാണ്. മോൻ ജനിച്ച് 2 മാസം കഴിയുന്ന സമയം. അപ്പോൾ 2ാമത്തെ ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തു. അപ്പോൾ 2ാമത്തേന് വൈഫ് വരട്ടോ എന്ന് കേട്ടു. ഞാൻ വരാൻ പറഞ്ഞു.
അപ്പോൾ എന്നോട് കേട്ടു, എനിക്ക് നടക്കാൻ പറ്റുമോ ഇത്രയും ദൂരം? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥനയോടെ ജപമാല ചൊല്ലി നടന്നാൽ മതി, നീ അവിടെ എത്തുന്നത് പോലും നീ അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയും ദൂരവും നടക്കാവില്ല, ഒരുപാട് ദൂരമല്ലേ? ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നീ എൻ്റെ കൂടെ ശക്തമായിട്ട് ഇറങ്ങാം. ഞങ്ങൾ ജപമാല തുടങ്ങിയ തൊട്ട് അഖണ്ഡ ജപമാല റാലി തുടങ്ങിയത് മുതൽ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി. ജപമാല പറഞ്ഞ് വളരെ ശക്തമായിട്ട് 10 മണിക്ക് മുമ്പേ അർത്തുങ്കൽ പള്ളി നടയിലെത്തി. വളരെ അനുഗ്രഹമാണ്. അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പിറ്റേന്ന് വീട്ടിൽ പോയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം വളരെ നോർമലായിട്ട് പോയി. അത്രയ്ക്ക് അനുഗ്രഹമാണ് മാതാവ് തന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് 2-ാം മാസം ആയപ്പോഴത്തേക്കും പിന്നെ അടുത്ത അഖണ്ഡ ജപമാലയ്ക്കുള്ള ഡേറ്റായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അഖണ്ഡ ജപമാലയ്ക്ക് വൈഫ് പങ്കെടുക്കുന്ന സമയത്ത് മാതാവിനോട് അവൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അടുത്ത വരുന്ന ജപമാല റാലിക്ക് മുമ്പേ ഒരു ജോലി, ഒരു പേപ്പറെങ്കിലും എനിക്ക് കൈ കിട്ടണമേ എന്ന് ഭയങ്കര ഒരു പ്രാർത്ഥനയായിരുന്നു. അവളെപ്പോഴും അതെന്നോട് പറഞ്ഞില്ല. എന്നോട് പറയുന്നത് 2ാമത്തെ അഖണ്ഡ ജപമാല റാലി സമയത്താണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ വരുന്ന ജപമാല റാലിക്ക് മുമ്പേ എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണമെന്ന്. അപ്പം ഞാൻ അന്ന് മുതൽ നമ്മൾ ആ ഒരു കാര്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒരു ജോലിയിൽ ഒരു പേപ്പറെങ്കിലും അഡ്വൈസെങ്കിലും കയ്യിൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. വളരെ ഒരു അനുഗ്രഹം. നമുക്ക് എല്ലാവരും ഹല്ലേലൂയ പറയാമോ? മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹമാണത്. ജപമാല റാലിയുടെ തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. ഹല്ലേലൂയ. മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് കൃത്യമായിട്ട് നമുക്ക് തരും. ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അച്ഛൻ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആ ഒരു ഡേറ്റ് ഇട്ട് മാതാവിനോടൊരു ആവശ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മാതാവ്, നമ്മുടെ പ്രവൃത്തിയൂടെ ക്ലിയർ ആവണം. നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൂടെ ക്ലിയർ ആയിട്ട് ചെയ്താൽ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ നമ്മൾ കറക്റ്റായി ചെയ്താൽ മാതാവ് കറക്റ്റായിട്ട് അനുഗ്രഹം തരും. വളരെ അനുഗ്രഹത്തോടെ ജപമാല റാലി തരികയും ജപമാല റാലി കഴിഞ്ഞ് അടുത്ത് 28-ാം തീയതി പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം, അപ്പോഴും കുഞ്ഞിന് 2 മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു 6 മാസത്തേക്ക് ലീവ്, ശമ്പളത്തോടെ ലീവ് അവരനുവദിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട്, കുഞ്ഞിനെ നോക്കുന്നു. ഇനി ഈ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസം കൂടെ ലീവ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 14 10 വർഷം തികയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതുവരെയും സന്തോഷത്തോടെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തോടെയും കൃപയോടും കൂടി അനുഗ്രഹത്തോടുള്ള ഒരു കുടുംബജീവിതം തന്നു. അപ്പോൾ ആ ജീവിതം ഒരിക്കലും രണ്ടിടത്തായും മാറാതെ എന്നും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുക, നിഷയ്ക്ക് തിരുവനന്തപുരത്ത് വീടിനടുത്ത് തന്നെ ഒരു ജോലി കിട്ടണമേ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് വേറൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അടുത്ത് നിഷയ്ക്കാണ് പോസ്റ്റിങ്. അപ്പോൾ അതൊരു നല്ല ജോലി കിട്ടിയാൽ, വീണ്ടും തിരുവനന്തപുരത്ത് വീട്ടിനടുത്ത് തന്നെ കിട്ടിയാൽ, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരിക്കലും മാറി നിൽക്കാതെ എന്നും ഈ കുട്ടികളുമായിട്ട് ചേർന്ന് കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അഖണ്ഡ ജപമാല, ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഞാൻ വന്നു, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പം ആദ്യത്തെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുക്കണ്ട എന്നായിരുന്നു. അപ്പോൾ തലേ ദിവസം ഏകദേശം 50 പേരോളം ഞങ്ങൾ അവിടെ നിന്ന് ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ടീം ലീഡറിൻ്റെ വൈഫിന് പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, രഞ്ജിത്തെ നീ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയറിനാണെങ്കിൽ സുഖമില്ല, ഞാൻ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, എനിക്ക് പിറ്റേന്ന് തൊട്ട് വയറിന് ഒട്ടും വയ്യ. അപ്പോൾ നിഷ എന്നോട് എങ്ങനെ പോവും? അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല, എന്തായാലും പോയി നോക്കാമെന്ന് പറയും. മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ഇവിടെ 5:30 ആദ്യത്തെ ജപമാല റാലിക്ക് വന്നതാണ്. അന്ന് ഏറ്റവും ആദ്യം ജോസഫ് അച്ഛൻ്റെ കൂടെ അർത്തുങ്കൽ പള്ളിയിൽ എനിക്ക് എത്താൻ സാധിച്ചു. ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ ദേവാലയത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷേ നമ്മളതൊന്നുമല്ല എന്ന് കരുതി അനുഗ്രഹത്തോടെ നമ്മൾ പോകും.
അല്ലെങ്കിൽ നമ്മൾ ചെയ്യും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറവുമില്ലാതെ ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൃപാസനം ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ അതിന് ഒരു വിഹിതം ഫുഡ് ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും പ്രത്യേകമായി കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. ജെറമിയ 29:12 മുതൽ 14 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. രഞ്ജിത്ത് എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ, അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ നല്ല സന്തോഷത്തോടെ വിശ്വാസ സ്ഥൈര്യത്തോടു കൂടി അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരൻ്റെ ഓരോ സാക്ഷ്യവും ഏറെ മെറിറ്റുള്ളതാണ്. അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ച് അവരിരുവരും കുടുംബം മുഴുവനും അമ്മയോട് ചേർന്ന് സഞ്ചരിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൻ ഈ അൽത്താരയിൽ പങ്കുവച്ചത്. അതിൽ മകൻ വിശേഷവിധിയായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോ മാസവും മുടങ്ങാതെ അമ്മയുടെ തിരുസന്നിധിയിലെത്തി അല്പനേരം പ്രാർത്ഥിക്കുന്നതിന്, കൃപാസനം പത്രം ശേഖരിച്ച് തിരികെ കൊണ്ടുപോകുന്നതിന് മകന് കാണിച്ച നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടം വരെ വരിക ദൂരമുണ്ട്. എങ്കിലും അതിൽ അല്പം പോലും പണനഷ്ടമെന്നോ സമയനഷ്ടമെന്നോ മറ്റ് തടസ്സങ്ങളോ ഒന്നും മനസ്സിൽ കാണാതെ പൂർണ്ണമായ സ്നേഹത്തോടും സന്തോഷത്തോടും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയ മെറിറ്റായി നമ്മൾ കാണുന്നത്. ചോദിക്കുന്നതെല്ലാം കുടുംബത്തിൽ അനുഗ്രഹമായി ലഭിക്കുന്ന സാക്ഷ്യമാണ് മകൻ സൂചിപ്പിച്ചത്. ആദ്യം രണ്ടുപേരും കൂടി വരുമ്പോൾ അമ്മയുടെ ഈ അൾത്താര ഈ ദേവാലയത്തിലിരുന്ന് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് ഒരു നിയോഗം അമ്മയോട് പറഞ്ഞുപോയി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടി എടുത്തിട്ടില്ല, അമ്മയെ ഒരു നോക്ക് കാണാൻ വന്നതാണ്. അത് മറ്റ് തീർത്ഥാടനങ്ങളിൽ പോകുന്നത് പോലെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേർന്നതാണ്. എങ്കിലും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗം അമ്മ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് തിരുക്കുമാരനെ അനുഗ്രഹിക്കുന്നത് വരെയും കൂടെ നിൽക്കുമെന്ന് മകൻ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയെ കണ്ടുപോയി 2 ദിവസം കൊണ്ടാണ് ഒരു ഇടത്ത് സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ചുള്ള പോസ്റ്റർ പതിക്കുന്നത് കാണുന്നത്. ആ ദിവസം തന്നെ പോയി ആ വിഷയത്തിൽ സംസാരിക്കുന്നു. അങ്ങോട്ട് പറഞ്ഞ വില വീട്ടുകാർ സമ്മതിച്ച് ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ആ സ്ഥലം സ്വന്തമാക്കുന്നതിന് 5 സെന്റ് ചോദിച്ചു. 6 സെന്റ് സ്ഥലം സ്വന്തമാക്കുന്നതിന് അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണത്. അതോടൊപ്പം സ്വപ്നത്തിൽ അതിനു മുമ്പ് ഒന്നും കരുതിയിട്ടില്ലാത്ത അമ്മയുടെ തിരുനടയിലെത്തിയപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു ജീവിതത്തിൻ്റെ ആവശ്യമെന്നതുപോലെ കൊടുത്തൊരു വിഷയത്തെ സാധ്യതകളൊന്നും കാണാതിരിക്കുമ്പോൾ അത് ഒരു അമ്മ മാതാവ് തന്നെ ഏറ്റെടുത്ത് മകനെ അമ്മയുടെ മകനാക്കി ഈ അൾത്താരയിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ കൊടുത്തൊരു ടോക്കൺ ഗിഫ്റ്റായിട്ട് നമുക്ക് ശരിക്കും ആ ഒരു അനുഗ്രഹത്തെ കാണാൻ പറ്റും. മകനെ വീണ്ടും ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്നത് ഈ അനുഗ്രഹമാണ്. വരുമ്പോൾ 2-3 കാര്യങ്ങൾ അമ്മയുടെ ഗൗരവത്തിൽ കുടുംബം പറയുന്നുണ്ട്. ഒന്നൊരു കുഞ്ഞു വേണ്ടിയാണ്. ആദ്യത്തെ മകനുണ്ടായി 8.5 വർഷം മക്കളില്ലാത്ത കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കോംപ്ലിക്കേഷൻസ് ഏറെ സാധ്യതയുള്ള കുടുംബമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം സമർപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത് മകൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. രണ്ടും സമർപ്പിച്ചു പോകുമ്പോൾ രണ്ടിനും ഗൗരവമുള്ള തടസ്സങ്ങൾ, വൈകുവാനുള്ള സാധ്യത, പണച്ചെലവുകൾ, അസാധ്യതകൾ ഒക്കെ അതിനകത്തുണ്ട്. എങ്കിലും അമ്മയോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നല്ല വിശ്വാസത്തിലും എളിമയുള്ള സ്നേഹത്തിലും
അമ്മയ്ക്കും ഈശോനാഥനും ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുവാൻ പറ്റുമെന്ന ബോധ്യത്തിലും മക്കളെ നിയോഗം സമർപ്പിച്ചതായി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരും ഉടമ്പടി എടുത്തവരാണെന്ന, രണ്ടുപേരും ഒരുപോലെ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. രണ്ടുപേരും പറയുന്നുണ്ടത് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചെന്നും പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം. അതുകൊണ്ടാണ് ജോലി പോലും ഒത്തിരി അകന്നു പോകല്ലേ എന്ന് ഉള്ളുതട്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. മകൻ പറഞ്ഞു, ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയുടെ അരികിൽ നിയോഗം കൊടുത്തുപോയി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഗർഭിണിയായി കാണപ്പെട്ടു. പിന്നീട് അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം, അതായിരുന്നു ഒരു ആഗ്രഹം. അതിനെത്തിച്ചേരുന്ന വിധത്തിൽ ആ കുഞ്ഞിനെ അമ്മ നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ജോലിയുടെ ലിസ്റ്റുകളിൽ എല്ലാത്തിലും ആദ്യ റാങ്കുകളിലെത്തി. ഒരെണ്ണത്തിൽ പോയി ജോയിൻ ചെയ്തു, ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിച്ചു. അങ്ങനെ ചോദിക്കുന്നതെല്ലാം കൈ നിറച്ച് വാരിക്കോരി അമർത്തി കുലുക്കി നമുക്ക് അമ്മ മാതാവും ഈശോയും നൽകുന്നതിനെയാണ് ഈ കുടുംബം അഭിമാനത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തിൻ്റെ സന്തോഷത്തിൽ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് അനുഗ്രഹിക്കുവാൻ മടിയൊന്നുമില്ല. അമ്മ മാതാവിന് നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുവാനും മടിയില്ല. നമ്മൾ എങ്ങനെ അമ്മയുടെ അരികിലേക്ക് ഇവ സമർപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, ശുദ്ധതയുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, അതിന് ദൈവസ്നേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ വേഗത്തിൽ ഏറ്റെടുക്കുകയും സമയച്ചുരുക്കത്തിൽ അനുവദിച്ചു തരികയും അതിന് വരുവാൻ സാധ്യതയുള്ള ക്ലേശങ്ങളെപ്പോലും പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ സുഗമമാക്കി ശുഭകരമാക്കി അമ്മ മാതാവും ഈശോയും നയിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം